സാറ് പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരുപക്ഷെ MBBS ചെയ്യുന്ന ഒരു കുട്ടിയെ വെറ്റിനറിയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ ചില കുട്ടികൾ വിചാരിക്കും ഇവർ ഒരു MBBSന് വേണ്ടി ട്രൈ ചെയ്ത് അവസാന നിമിഷത്തിലായിരിക്കും, ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവരെ മാറ്റിമറിച്ചിരിക്കുന്നത്. MBBS സ്വപ്നം കണ്ട് തലേദിവസം വരെ ഇരുന്ന കുട്ടി ഇത് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ മിക്കവാറും കുട്ടികൾ അവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോകുന്നുണ്ട്. അവർ അക്കാദമിക്കലി ബ്രില്യൻറ്റുമാണ്. നമ്മൾ പാസ് ഔട്ടാകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒക്കുപ്പൈ ചെയ്യാൻ പോകുന്നതും ആ ഒരു പ്രൊഫഷൻ തന്നെയാണ് ഗവൺമെൻറ് മേഖല. കാരണം അത് ഗസറ്റഡ് എൻട്രി തന്നെ ഗസറ്റഡ് റാങ്കിലാണ് വരുന്നത്. വേറൊരു കോഴ്സ് കഴിഞ്ഞവർക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഓരോ രാജ്യത്തും അവരുടേതായ ലൈസൻസിങ് എക്സാം അല്ലെങ്കിൽ ഇക്വലൻസി എക്സാമിനേഷൻ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്താൽ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു 1000 പേര് എഴുതുന്നതിൽ ഒരു 300 പേർക്ക് ജോലി കിട്ടാവുന്ന ഒരു PSCയുടെ വേറെ ഏത് പരീക്ഷയാണ് മറ്റൊരു കോഴ്സിന് തന്നെ ഒന്നാമത്തെ അട്രാക്ഷൻ. ഏതാണ്ട് ഒരു 4000-4500 കേരള മെഡിക്കൽ റാങ്ക് വരെയും ഓൾ ഇന്ത്യ തലത്തിൽ ഒരു 70,000-75,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ വെറ്റിനറിക്ക് പ്രവേശന സാധ്യതകളുമുണ്ട്. നമസ്തേ. നീറ്റ് 2025 ഫലമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഇനി ഏതൊരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരണം, അല്ലെങ്കിൽ 25-26 അധ്യയന വർഷത്തിൽ ഏത് മേഖലയിലോട്ടാണോ തങ്ങളുടെ കുട്ടികളെ ചേർക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ആലോചന നടക്കുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ MBBSൻ്റെയും BDSൻ്റെയും സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമുക്കെല്ലാം സുപരിചിതമായ കാര്യങ്ങൾ തന്നെ, ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. ഇന്നും അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ വിവിധ കോഴ്സുകൾ ധാരാളം 13ഓളം കോഴ്സുകളും BSc നഴ്സിംഗ് പോലെയുള്ള അലൈഡ് കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൽ സാധാരണ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, മലയാളികൾ കൂടുതലായിട്ട് പ്രവേശനം നേടുന്ന ഒരു മേഖലയാണ് വെറ്റിനറി സയൻസ്. എന്താണ് ഇതിൻ്റെ സിലബസ്? എന്താണ് ഇതിൽ ഏതൊരു പാഷൻ, ഏതൊരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ് ഈ മേഖലയിലോട്ട് കടന്നു വരേണ്ടത്? ഇതിൻ്റെ ഉപരിപഠന സാധ്യതകൾ എന്താണ്? ജോലി സാധ്യതകൾ എന്താണ്? നമുക്ക് പറഞ്ഞു തരാൻ ജോബി സാറുണ്ട് നമ്മുടെ കൂടെ. സാർ, വെൽക്കം. നമസ്കാരം. തീർച്ചയായിട്ടും +2 ശേഷം, അല്ലെ +2 ശേഷം ഒരു വർഷം നീറ്റിനൊക്കെ ആയിട്ട് മെഡിക്കൽ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു ചിന്തയാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് മേഖലയുടെ അമിതമായ ഫീസിൻ്റെ ഭാരം ഒരു വശത്ത്, ഗവൺമെൻറ് മേഖലയിൽ തന്നെ പഠിക്കണമെന്നുള്ള കുട്ടികളുടെ ഒരാഗ്രഹം ഒരു വശത്ത്. അപ്പോൾ ഒരു പ്രധാന ആയിട്ട് നമ്മുടെ കുട്ടികൾ പ്രവേശനം നേടുന്നു എന്നാണ് വെറ്റിനറി സയൻസ്. യഥാർത്ഥത്തിൽ ഇത് ഒരു ഡിഗ്രി എന്നുള്ള തലത്തിൽ ഏറ്റവും നല്ലൊരു മേഖല തന്നെയാണോ? ഒരു നല്ല പ്രൊഫൈലുള്ള, ഏറ്റവും നീറ്റിനൊക്കെ ഒരു 5-10 മാർക്ക് കുറവുള്ള വളരെ നല്ല പ്രൊഫൈലുള്ള കുട്ടികളാണ് ഈ കാറ്റഗറിയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപരിപഠന സാധ്യതകളൊക്കെ എന്താണ് ഈ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം? സാറ് പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരുപക്ഷെ MBBS ചെയ്യുന്ന ഒരു കുട്ടിയെ വെറ്റിനറിയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം ഇത് പഠിക്കുന്ന ഒരു സമയത്തൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം, അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ BVSc ആൻഡ് AH, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂടെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. ഇതൊരു 4.5 വർഷത്തെ പ്രോഗ്രാമാണ് വരുന്നത്. പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അവർ പഠിച്ച കോളേജിലാവില്ല, മറ്റെന്തെങ്കിലും ഫാമിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേഖലയിലായിരിക്കും. ആ സമയത്ത് അവർക്ക് തർക്കമില്ലാത്ത ഒരു എമൗണ്ട്, ഒരു 20,000-25,000 രൂപയൊക്കെ സ്റ്റൈഫൻഡായിട്ട് കിട്ടുകയും ചെയ്യും. പലപ്പോഴും ഫാമിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ആ കോളേജിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു വന്നു, ഇപ്പം MBBS കിട്ടാത്ത ആ ഒരു വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ടായിരിക്കാം പഠിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ ആവരുത്. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ MBBSൻ്റെ കരിക്കുലവും BVSCയുടെ കരിക്കുലവും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചധികം സിമിലാരിറ്റീസും ഉണ്ട്, എന്നാൽ കുറേ ഡിഫറൻസും ഉണ്ട്. നമ്മൾ ഏറ്റവും വലിയൊരു വ്യത്യാസം പറയാവുന്ന അനാറ്റമിയിലാണ്. അപ്പം ഹ്യൂമൻ അനാറ്റമിയിൽ നമുക്കറിയാം മെയിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അതേസമയം ആനിമൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള അനാറ്റമിയാണ്. അപ്പോൾ നമുക്കൊരു അനാറ്റമി സെക്ഷൻ എന്ന് പറയുന്നത് MBBSനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആണ് എന്ന് പറയാം.
അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ വേണം ഒരു അപ്രോച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഫിസിയോളജിയിൽ വലിയ കുറച്ചൊക്കെ വേരിയേഷൻ നമുക്ക് പറയാനുള്ളൂ. അതേസമയം മൈക്രോബയോളജിയോ ബയോകെമിസ്ട്രിയോ ഒക്കെ എടുത്താൽ ഏകദേശം സിമിലർ, ഫാർമക്കോളജിയും വരെ സിമിലാരിറ്റീസ് ഒരുപാട് സിമിലാന്നൊക്കെ തന്നെ പറയാം. പക്ഷേ മെഡിസിൻ നമുക്കറിയാം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. മെഡിസിൻ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പിന്നെ സർജറി എടുത്താലും ഡിഫറൻ്റ് ആണ്, ഗൈനക്കോളജി എടുത്താലും നല്ല ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ കുറേ സിമിലാരിറ്റീസ് ഒക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ഇത് ഈ 4 വർഷത്തെ പഠനം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം തന്നെ ഇതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളൊരു താല്പര്യമില്ലാതെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ താല്പര്യക്കുറവ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ആ വാക്കാണ് ഏറ്റവും പ്രധാനം. ഒരു താല്പര്യക്കുറവും കാണിക്കണ്ട. ഒരു പക്ഷേ ചില കുട്ടികൾ വിചാരിക്കും ഇവർ ഒരു MBBSന് വേണ്ടി ട്രൈ ചെയ്ത് അവസാന നിമിഷത്തിലായിരിക്കും, ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവരെ മാറ്റിമറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കുട്ടി ജോയിൻ ചെയ്യുന്ന അന്ന് വരെ ഇതിനെക്കുറിച്ച്, ഈ ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, എന്നെക്കൊണ്ട് സാധിക്കുമോ? ഇനി ആദ്യ തുടക്ക ക്ലാസ്സുകളിലൊക്കെ ഒരുപക്ഷെ ഫാമിൻ്റെ, നമുക്കറിയാം കോളേജിൽ ഫാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഇതെല്ലാം കാണുമ്പം മാറി ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു രീതിയായിരിക്കും. എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ഇഷ്ടപ്പെട്ട മൃഗങ്ങളോടൊക്കെ നമുക്കറിയാം പൊതുവിൽ എല്ലാവർക്കും ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ആദ്യത്തെ 1-2 മാസമൊക്കെ കഴിയുമ്പോൾ പൊതുവെ കുട്ടികൾ പറയുന്നുണ്ട് എനിക്ക് ഞാൻ താല്പര്യപ്പെട്ടു, തുടക്കത്തിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് അതില്ലായിരുന്നു. ഒരു നേച്ചർ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ് ഈ മേഖലയിലേക്ക് വരേണ്ടതെന്ന് നമ്മൾ പറയാറുണ്ട്. പെറ്റ്സിനെയൊക്കെ വളർത്താനും ഒക്കെ താല്പര്യമുള്ളവർ, പിന്നെ അത്യാവശ്യം വീട്ടിലാണെങ്കിലും കന്നുകാലികളൊക്കെ വളർത്തുന്ന, അങ്ങനെ നമ്മൾ പറയാറുണ്ട് പൊതുവെ. അപ്പോൾ ഒരു നേച്ചർ സ്മാർട്ട് ആയിട്ടുള്ളവർക്ക് പറ്റിയൊരു മേഖല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും MBBS സ്വപ്നം കണ്ട് തലേദിവസം വരെ ഇരുന്ന കുട്ടി ഇത് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ മിക്കവാറും കുട്ടികൾ അവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. അവർ അക്കാദമിക്കലി ബ്രില്യൻറ്റുമാണ്. തീർച്ചയായും. ഈ ഒരു മേഖലയിൽ അക്കാദമിക് ബ്രില്യൻസ് പിന്നീട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അത് ആ ഒരു റിഗ്രറ്റുമായിട്ട് MBBS കിട്ടിയില്ല എന്നുള്ള റിഗ്രറ്റുമായിട്ട് ഒരു കാരണവശാലും ചേരേണ്ട വളരെ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ഹയർ സ്റ്റഡീസിനും ജോലിക്കൊക്കെ ഒരുപാട് സാധ്യതകൾ നമുക്ക് പറയാനും പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ വെറ്റിനറി സയൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സിലബസ് ഏതാണ്ട് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഭാഗങ്ങളും തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫൈലൊക്കെ ഉള്ള വ്യക്തികൾക്ക് ധാരാളം ഹയർ സ്റ്റഡീസിനായിരിക്കും കൂടുതൽ താല്പര്യം തോന്നുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ സാധ്യതകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലഭ്യമാണോ അതോ വിദേശത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് വരുമോ? നമുക്ക് ഹയർ സ്റ്റഡീസ് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, IVRI. ശരി. IVRIയിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് നമുക്ക് പറയാം. മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് ഗൈനക്കിലുണ്ട്, അതുപോലെ തന്നെ സർജറിയിലുണ്ട്, എപ്പിഡമിയോളജി, അങ്ങനെ പല ബ്രാഞ്ചുകളിൽ നമുക്ക് മാസ്റ്റേഴ്സ് പോസിബിളാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ഇന്ത്യയിലെടുക്കാം, ഇനി അല്ലെങ്കിൽ അബ്രോഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെറ്റ്സ് പേരൻറ്റിങ് അല്ലെങ്കിൽ പെറ്റ്സിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പെറ്റ്സിനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു രീതി കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എനിക്കറിയാം ഓരോ വർഷവും ഒരു 20% വളർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്താണ്. തീർച്ചയായിട്ടും. കോവിഡ് കാലത്ത് മനുഷ്യൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ പെറ്റുമായിട്ട് ചങ്ങാത്തം കൂടി അതിപ്പോൾ കുട്ടികളിലേക്കും അത് വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 20% പെർ ഇയർ ഒരു ഗ്രോത്ത് ആ മേഖല ഉണ്ടാകുന്നുണ്ട്. ഒന്നെങ്കിൽ വണ്ടിയിലുണ്ടാവും, അല്ലെ ബാഗിൽ തന്നെ ഉണ്ട്. അത് നല്ലൊരു സാധ്യതയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഫാമുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആടിൻ്റെ ഫാമുകൾ, പന്നി ഫാമുകൾ, പോത്ത് ഫാമുകൾ. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പോത്തുകളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. പോത്ത് ഫാമുകളുണ്ട്. പോൾട്രി, കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഫാമുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് റിസർച്ചിൻ്റെ ഒരു സാധ്യതയും കിടപ്പുണ്ട് ഹയർ സ്റ്റഡി എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് പാൻഡമിക് നമ്മൾ പറയുന്ന ബാറ്റിൽ നിന്നുള്ളതെന്നാണ്, ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. അതുപോലെ നിപ്പ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു 75% മനുഷ്യനുണ്ടാകുന്ന വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്കുകൾ കാരിയറായിട്ട് വരുന്ന മിക്കവാറും ഏതെങ്കിലും ഒക്കെ മൃഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിൽ നമ്മളെപ്പോഴും പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യനെ അല്ലല്ലോ. ഇപ്പം ഗിനി പിഗോ അല്ലെങ്കിൽ മൈസോ റാറ്റ് പോലെയുള്ള നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മേഖലകളൊക്കെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നല്ലൊരു റിസർച്ചിന് സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു തീം വന്നിരിക്കുന്ന വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹെൽത്ത്, ആനിമൽ ഹെൽത്ത് പ്ലസ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത്. ഇത് മൂന്നും കൂടെ ഒന്ന് ചേർന്ന ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഒരു
കൺസെപ്റ്റൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലും ഒക്കെ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതാണ് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കുട്ടികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, അബ്രോഡ് ആനിമൽ ബിഹേവിയറിനും അതുപോലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മൾ പെറ്റിനെ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ആ ഒരു രീതിയിലല്ല, അതിലൊക്കെ ഒരുപാട് എക്സ്പെൻസീവായിട്ടും ഒരുപാട് കെയർ കൊടുത്തുമാണ് അബ്രോഡ് ഈ ഒരു മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അബ്രോഡ് നല്ല സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക് വേണമെങ്കിൽ റിസർച്ചിനുള്ള സാധ്യതകൾ അബ്രോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫെലോഷിപ്പുകൾ കിട്ടുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ നോക്കി പ്ലാൻ ചെയ്ത് അതാത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് ഇവർക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഹയർ സ്റ്റഡീസ് ഇങ്ങനെ റിസർച്ച് ഉൾപ്പെടെ മാസ്റ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്ന് റിസർച്ചിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം നമുക്ക് ഇത്രയധികം സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേഖലയുമാണ്. ഇപ്പം ബാക്കിയുള്ള നമ്മളിപ്പോൾ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ IIT കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബാക്കി എല്ലായിടത്തും വികസനങ്ങൾ വരുമ്പോഴും കോളേജുകൾ വളരെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടോ ഈ മേഖല ഇവിടെ ഗവൺമെൻറ് തലത്തിൽ വളരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ എന്നൊക്കെ എൻട്രൻസിൻ്റെ മേഖല പറയുന്നത് അന്നും ഇന്നും 2 വെറ്ററിനറി കോളേജ് മാത്രമേ കേരളത്തിലുള്ളൂ. ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും നാമമാത്രമായിട്ടേ ഉള്ളൂ. പ്രൈവറ്റ് മേഖലയും അത്രയധികം കയറി വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു വികസനം എന്ന് പറയുന്നത് ഈ മേഖലയിലോട്ട് കടന്നു വരാത്തത്? ഈ കേരളത്തിൽ 2 കോളേജേ ഉള്ളൂ എന്നുള്ളത് ഇതിന് ജോയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും, കാരണം അത്രയും പേര് ഇറങ്ങുന്നുള്ളൂ, അത്രയും ആളുകളെ ഇറങ്ങി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതിന് ഒരുപാട് ഏരിയ ആവശ്യമുണ്ട്, ഒരുപാട് സ്ഥലം വേണം. അതുപോലെ ഫാം ആനിമൽസ് നമുക്കറിയാം, പൂച്ച വേണം, പട്ടി വേണം, അതുപോലെ പശു വേണം, ഈവൻ ആനയെ വരെ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം എത്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഏരിയയിലെല്ലാം പരിചരണം, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മാനേജ് ചെയ്യുന്നത്. കേരളത്തിൽ 2, തമിഴ്നാട്ടിൽ 5 6 ഉണ്ട്. നോർത്തിലാണ് പിന്നെ പ്രൈവറ്റ്, സൗത്തിൽ അങ്ങനെ പ്രൈവറ്റ് കോളേജസ് ഒന്നും ഇല്ല. നോർത്തിൽ കുറച്ച്, രാജസ്ഥാൻ UP കുറച്ച് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് അതിന് കാരണം. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ റിസർച്ച് മേഖലയിൽ ഇന്ത്യയും ഒക്കെ ഒരു പരിധി കൂടുതൽ ഇപ്പം കഴിഞ്ഞ റീസെൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഫാർമസി മേഖലയിലേക്കും ബയോടെക്നോളജിയിലേക്കും അതുപോലെ തന്നെ മൈക്രോബയോളജിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു റെമ്യൂണറേഷൻ ഒരു സൈഡ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു നാൾ വരെ, ഒരു 2015 കാലഘട്ടം വരെ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലുണ്ടായിരുന്നു. ഒരു ജോലി സാധ്യതകൾ വിദേശങ്ങളിലാണോ ഇപ്പോൾ കൂടുതൽ? ഒരു റെമ്യൂണറേഷൻ വരെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് വെറ്റിനറിയുടെ ഒരു സാധ്യത ഇപ്പോൾ? നമുക്ക് ഒന്നാമതായിട്ട് പറയാവുന്നത് നമ്മുടെ ഓരോ പഞ്ചായത്തിലുമുള്ള വെറ്റിനറി ക്ലിനിക്കുകളാണ് സർക്കാരിൻ്റെ. അവിടെയുള്ള വെറ്റിനറി ഡോക്ടർ, അതാണ് നമുക്ക് ഒന്നാമത് പറയാവുന്നത്. നമ്മൾ പാസ് ഔട്ട് ആകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒക്കുപ്പൈ ചെയ്യാൻ പോകുന്നതും ആ ഒരു പ്രൊഫഷൻ തന്നെയാണ്, ഗവൺമെൻറ് മേഖല. കാരണം അത് ഗസറ്റഡ് എൻട്രി തന്നെ, ഗസറ്റഡ് റാങ്കിലാണ് വരുന്നത്. വേറൊരു കോഴ്സ് കഴിഞ്ഞവർക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, വേറൊരു കോഴ്സ് കഴിഞ്ഞവർക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ്, അത് 4-5 വർഷം കൂടുമ്പോൾ എക്സാം നടക്കുന്നത്. അന്നേരത്തേക്കും ഒരു 1000 പേര് കൂടുതൽ കേരളത്തിൽ പാസ് ഔട്ട് ആകുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ആപ്ലിക്കേഷൻ വരുള്ളൂ. അതിൽ നിന്ന് ഒരു 200-300 പേർക്കൊക്കെ പ്ലേസ്മെൻറ്റ് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ പറയാം. പിന്നെ പ്രൈവറ്റ് മേഖലയിൽ ഇപ്പോൾ പോളി ക്ലിനിക്കുകൾ, അപ്പോൾ ഇതിന് തന്നെ ഗവൺമെൻറ് മേഖലയിൽ പോളി ക്ലിനിക്കും അതുപോലെ ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒന്നുമില്ല, സിറ്റിയിലൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കറിയാം സൂയിൽ സാധ്യതയുണ്ട്. പിന്നെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സാധ്യത ഉണ്ടാവും. ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ സാധ്യത ഉണ്ടാവും. മിൽമ, അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലെല്ലാം ആവശ്യം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ നല്ല രീതിയിൽ വെറ്റിനറി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പെറ്റ്സ് ക്ലിനിക്ക് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ടൈംലി ആയിട്ട് വാക്സിനേഷനൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ്. അപ്പം നമുക്ക് എറണാകുളം ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 20 എണ്ണമെങ്കിലും സിറ്റിക്കുള്ളിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതിനി മറ്റ് സിറ്റികളിലേക്കും തീർച്ചയായിട്ടും അതിൻ്റെ എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊരു വലിയ സാധ്യതയാണ്. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, കോള് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ നാഷണൽ ഈ പറയുന്ന ഹെൽത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു സെക്ഷൻ ഈ ആനിമൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ, അത് നൈറ്റിലൊക്കെ ഉള്ള ഒരു ക്ലിനിക് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കേരളത്തിൽ ഒക്കെ പൊതുവായിട്ടുള്ള. പിന്നെ നമുക്കറിയാം UPSCയുടെ
പരീക്ഷകൾ സിവിൽ സർവീസ് പോലെയുള്ള എക്സാമിനേഷൻസ് പാസ്സാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ അബ്രോഡ് ഉള്ള സാധ്യതകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തും അവരുടേതായ ലൈസൻസിങ് എക്സാം അല്ലെങ്കിൽ ഇക്വലൻസി എക്സാമിനേഷൻ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്താൽ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു സാധ്യതയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കാണുന്ന രീതിയിലല്ല പെറ്റ്സിനെ അവർ കണക്കൂട്ടുന്നത്. അവരുടെ സമ്പാദ്യം പോലും മുഴുവൻ പെറ്റ്സിന് വേണ്ടി എഴുതി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടാവുകയും എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു സാധ്യത തന്നെയാണ്. എല്ലാ രാജ്യം, ഇപ്പോൾ പ്രത്യേകിച്ച് US, UK, ഓസ്ട്രേലിയ പോലെ അവിടെയൊക്കെ പ്രാക്ടീസിനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ റിസർച്ച് നല്ലൊരു മേഖലയാണ്. അത് ഒരു ഹൈ എൻഡ് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മേഖലയാണ്. US നല്ല രീതിയിൽ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. കോവിഡ് അതിനൊരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പ്രത്യേകിച്ച് ഈ പോൾട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് ബാക്ടീരിയാസ്, നമ്മൾക്ക് സാൽമണല്ല ബാക്ടീരിയ വലിയ പ്രശ്നക്കാരനായിട്ട് മാറിയായിരുന്നു. ഷവർമ കഴിച്ച് നമ്മുടെ കേരളത്തിൽ പല മരണങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതുമായി ബന്ധപ്പെട്ട മേഖലകൾ, ഇനിയൊരു എപ്പിഡമിക് അല്ലെങ്കിൽ പാൻഡമിക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഏത് മെഡിസിനും നമ്മൾ പരീക്ഷിക്കുന്ന മൃഗങ്ങളിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറ്റിനറി റിസർച്ച് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സാധ്യത പറയാം, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മേഖല. നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു താല്പര്യം ഉണ്ടാകുന്നതിനപ്പുറത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മേഖലയാണോ ഈ 4.5 വർഷത്തെ പഠനം എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് മറ്റുള്ള കോഴ്സുകളൊക്കെ അപേക്ഷിച്ച് എത്രത്തോളം നമുക്ക് ഈ മേഖല പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു താല്പര്യം? പഠിച്ചെടുക്കാൻ നമുക്ക് പറഞ്ഞല്ലോ, ഈ നമ്മൾ പറഞ്ഞ കുറേ പേപ്പേഴ്സ് ഏകദേശം MBBS വരുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ പ്രധാനമാണ്. നമ്മൾ റിഗ്രറ്റ് ഫീലിംഗ് ഇല്ലെങ്കിൽ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, അതങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു 1-2 മാസം കൊണ്ട് എനിക്കങ്ങ് ഇഷ്ടമായി. 100% ഒരാൾ പിന്നെ അവർ ഹയർ സ്റ്റഡീസിനാണ് പോകുന്നത്. ഹയർ സ്റ്റഡീസിന് പോകുന്നു, റിസർച്ചിലേക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകുന്നു. നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഒരു 1000 പേര് എഴുതുന്നതിൽ ഒരു 300 പേർക്ക് ജോലി കിട്ടാവുന്ന ഒരു PSCയുടെ വേറെ ഏത് പരീക്ഷയാണ്? മറ്റൊരു കോഴ്സിന് തന്നെ ഒന്നാമത്തെ അട്രാക്ഷൻ. പിന്നെ മറ്റ് മേഖലകളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, ഏതിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കരുതേണ്ട. അതിനുള്ള അവസരം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഇവരെല്ലാം ഒരു MBBS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പഠിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 4000-4500 കേരള മെഡിക്കൽ റാങ്ക് വരെയും ഓൾ ഇന്ത്യ തലത്തിൽ ഒരു 70,000-75,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ വെറ്റിനറിക്ക് പ്രവേശന സാധ്യതകളുമുണ്ട്, ജനറൽ വിഭാഗമാണെങ്കിൽ പോലും. അപ്പം അതിന് നീറ്റിൻ്റെ സ്കോർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഈ 2 കോളേജുകളിലും ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും നീറ്റിൻ്റെ സ്കോർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റാങ്കിങ് വെച്ചിട്ടാണ് 2 തരത്തിലുള്ള അലോട്ട്മെൻറ്റ് നടക്കുന്നത്. കേരളത്തിൻ്റെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കേരള അലൈഡ് കോഴ്സിൻ്റെ കൂട്ടത്തിൽ വെറ്റിനറി നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അതോടൊപ്പം തന്നെ VCI കൗൺസിലിംഗ് സെപ്പറേറ്റ് ആയിട്ട് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൽ 15% ഇന്ത്യയിലുള്ള ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളിലോട്ട് നമുക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. താമസിയാതെ ഒരു ജൂലൈ അവസാനത്തോടു കൂടിയൊക്കെ ഈ 2 കൗൺസിലിങ്ങുകളും ആരംഭിക്കുകയും ചെയ്യും. അപ്പം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നീറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും, ജോലി സാധ്യതകളാണെങ്കിലും റിസർച്ച് സാധ്യതകളാണെങ്കിലും ഇനി ഹയർ എഡ്യൂക്കേഷൻ അല്ലാതെ തന്നെ സാധ്യതകളാണെങ്കിലും ഒക്കെ വളരെ നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെ നമുക്ക് വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ കാണാനായിട്ട് സാധിക്കും. നീറ്റ് ഒരു പക്ഷേ നിങ്ങൾ +2 കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഗവൺമെൻറ് മേഖലയ്ക്കോ അല്ലെങ്കിൽ MBBSനൊക്കെ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തവരായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് MBBS കിട്ടിയില്ല എന്ന് ഓർത്തുകൊണ്ട് പ്രൊഫഷണൽ ജീവിതം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ദയവായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. സാർ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇത് നെഗറ്റീവായിട്ട് ചെന്ന് ചേരേണ്ട, ഒരു കോഴ്സിന് കിട്ടാത്തത് കൊണ്ട് ചേരേണ്ട മേഖലയല്ല. ഏറ്റവും ഇഷ്ടത്തോടെ തന്നെ ഏറ്റവും നമുക്ക് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന നല്ലൊരു പ്രൊഫഷനായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീറ്റ് 2025 ഈ കിട്ടിയ മാർക്കിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് ഈ കോഴ്സിന് സാധിക്കും. ധൈര്യമായിട്ട് കടന്നു വരിക വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന ഈ പ്രോഗ്രാമിലേക്ക്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
Brilliant Study Center, India's #1 coaching center for NEET and JEE.